അറിയത്തില്ലേ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ? അറിയത്തില്ലേ? അറിയണം. അയാൾ പറഞ്ഞു കേട്ടു, പിണറായിയോട് പറയുന്നു. എന്ത് പിണറായിയോട്? ഈ ഫലനം വന്നതോട് കൂടിയാണ് ജനങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കാത്തതാ കണ്ടോ? ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹർത്താൽ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. വിവിധയിടങ്ങളിൽ സംഘർഷാവസ്ഥ, സംഘർഷ സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങളും സമരക്കാരും തമ്മിലുള്ള ചേരിതിരിഞ്ഞുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ വാക്കുതർക്കമൊക്കെയാണ് പലയിടങ്ങളിലും നടന്നു വരുന്നത്. സ്ത്രീകളെ അടക്കം സമരക്കാർ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന കാര്യമാണ് കാണുന്നത്. നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്, ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ലേ, നിങ്ങൾ ഇവിടെയല്ലേ ജീവിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു കൈക്കുഞ്ഞുമായി എത്തിയ യുവതിയോടാണ് സമരക്കാർ കയർത്തത്. യുവതിയെ വളരെ ശക്തമായി തന്നെ തിരിച്ച് പറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എനിക്ക് ആശുപത്രിയിൽ പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വഴി തടസ്സമായി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം യുവതി പറഞ്ഞത്, പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമാണ്, പിണറായി ഭരണം വന്നതിന് ശേഷമാണ് ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പിണറായി വിജയന്റെ ഭരണമാണ് എന്നാണ് യാത്രക്കാർ പറയുന്നത്. ഒരു തരത്തിലുമുള്ള സുരക്ഷയും ഇല്ല. ഈ കേരളത്തിൽ നടക്കുന്നത് ഒന്നും അറിയാതിരിക്കുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് എന്ന് പറയുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനേ ഇല്ല. അതുവരെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ സമയവും വന്നു പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നെ പുള്ളിയെ കാണാൻ പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ബസ് കയറാനെത്തിയ യാത്രക്കാരോടാണ് പ്രതിഷേധക്കാർ ശക്തമായി ഭാഷയിൽ എതിർത്തത്. മാത്രവുമല്ല, തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെ തടഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയ രോഗിയെയാണ് തടഞ്ഞത്. ഇന്നത്തെ രേഖ കാണിച്ചാൽ വിടാമെന്നാണ് സമരക്കാർ പറഞ്ഞത്. രോഗിയോട് തട്ടിക്കയറി സമരക്കാർ മരുന്നുമായി വന്ന വാഹനവും തടഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ അവശ്യ സാധനങ്ങൾക്ക് ഉള്ള ഇത്തരത്തിൽ മരുന്ന്, അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, പത്രങ്ങൾ, അതുപോലെ തന്നെ ആശുപത്രി യാത്രകൾ, ഇവയൊന്നും തന്നെ തടസ്സപ്പെടുത്താറില്ല. എന്നാൽ അവയെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിലേക്ക്. അറിയത്തില്ലേ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ? അറിയത്തില്ലേ? അറിയണം. അവരിപ്പോ പറഞ്ഞേ കേട്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ന്യൂസ് കണ്ടില്ലേ? നിങ്ങൾ അത് കണ്ടില്ലേ? ഇത് കണ്ടില്ല? നമ്മൾ കണ്ടു, സമ്മതിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ ഇല്ലേ? ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങൾ പോയി പോലീസിനോട് പറഞ്ഞു. അയാൾ പറഞ്ഞു കേട്ടു, പിണറായിയോട് പറയുന്നു. എന്ത് പിണറായിയോട്? ഈ ഫലനം വന്നതോട് കൂടിയാണ് ജനങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. മനസ്സിലായോ? ജനങ്ങൾ ഇങ്ങനെ ആയത് ഈ ഭരണം കൊണ്ടല്ല, വേറൊന്നും കൊണ്ടുമല്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുമെന്നും എനിക്ക് ഉറപ്പ്. എന്താ എനിക്ക് ഉറപ്പ്? ഒരു ഉറപ്പും ഇല്ല. എവിടെ ആയാലും ഞാൻ തുറന്നു പറയേണ്ടത് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവര് ചെയ്യട്ടെ. നാളെ ഒരു കാലത്ത് നമുക്ക് അവർക്ക് ഇതുപോലെ ആണെന്ന് എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കാത്തതാ കണ്ടോ? ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാരെ വീട്ടിലായിരുന്നു അവന്മാർ ഇത് ചെയ്തേ. അവന്മാർ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? നിങ്ങൾ അങ്ങനെ പോകും? സമരക്കാരോട് പറ, ഓട്ടോ പിടിച്ചു വിടാൻ പറ. എങ്ങോട്ടാ പോണ്ടേ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തടഞ്ഞു നിർത്തിയപ്പോ എന്തോ ഡ്രൈവർ വന്നപ്പോ പറഞ്ഞു വിട്ടു. ഞങ്ങളൊന്നും പോലീസിന് പറയുന്നുണ്ടോ കൊണ്ടുവരണമെന്നാണ്? വേണ്ട, ഞങ്ങൾക്ക് ആരും സഹായം വേണ്ട. സമരക്കാരും സമരം നിശ്ചയിച്ചല്ലേ സാരില്ല. വേറൊന്നും കൊണ്ടുവല്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്നത് എനിക്ക് ഉറപ്പ്. എന്താ എനിക്ക് ഉറപ്പ്? ഒരു ഉറപ്പും ഇല്ല. എവിടെ ആയാലും ഞാൻ തുറന്നു പറയുമ്പോൾ ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവര് ചെയ്യട്ടെ. നാളെ ഒരു കാലത്ത് നമുക്ക് അവർക്ക് ഇതുപോലെ സാഹചര്യങ്ങൾ
ആരാന്നുള്ള വിവരം റേഡിയോ പത്രങ്ങൾ മുഴുവൻ പറഞ്ഞതാണ്. ആണല്ലോ മൂത്ത പയ്യനും ഭാര്യയും വന്നു. അവരാണെന്നുള്ള വിവരം അച്ഛനാന്നുള്ള വിവരം റേഡിയോ പത്രങ്ങൾ മുഴുവൻ പറഞ്ഞതാണ്. എല്ലാരും ആശുപത്രിക്കാർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വന്നത്, വണ്ടിയും കൊണ്ട് വന്നത്. അല്ലാത്ത ആൾക്കാർ ആരും അറിഞ്ഞിട്ടില്ല.